ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയും അതുപോലെ തന്നെ അർജുനെയുമാണ്. അപ്പോൾ കാഞ്ചന അവിടെ നിൽപ്പുണ്ട്. ഈ സമയത്താണ് പത്രവാർത്ത ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് മീനു. എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ നിന്നോട് ആരടി പറഞ്ഞത് എന്ന് മീനോട് ചോദിച്ച് തട്ടിക്കയറുകയാണ്. ചേച്ചി, ഞാനാ പറഞ്ഞത്. എനിക്ക് കല്യാണം വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ? അല്ല, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ടാ. അങ്ങനെ ഇപ്പം ആഗ്രഹിക്കേണ്ട. പിടിച്ച് കെട്ടിച്ചാലെങ്കിലും നന്നാവുമെന്ന് നോക്കാലോ എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം കല്യാണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്കെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അതെ എടാ എന്ന് പറഞ്ഞ് ദേണ്ട അർജുൻ്റെ കുത്തിന് കയറി പിടിച്ചു നമ്മുടെ കാഞ്ചന. അപ്പം മീനു നേരെ അർജുൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതല്ലേ അർജുൻ? അതെ, നീ നിർബന്ധിച്ചു കൊണ്ടല്ലേ ഞാനിപ്പോൾ നോക്കിയത്. ഇവരുടെ സ്വഭാവം അറിഞ്ഞ് ആരെങ്കിലും ഇവരെ കെട്ടുമോ? എന്താടി പറഞ്ഞത്? നിങ്ങൾ ഈ പൊരഞ്ഞു നിറഞ്ഞ് നിൽക്കുന്നതേ നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ്. എടി എന്ന് വിളിച്ചു. എന്തിനാ മെക്കിട്ട് കയറുന്നത്? നിങ്ങളുടെ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നീ ശപിക്കാൻ പോവാണോ? അല്ല, സത്യം പറഞ്ഞത് മാത്രം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിത അവസാനം വരെ ഇങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കും. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾ ഒരാളും കെട്ടാൻ പോണില്ല. 100% ഉറപ്പ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കല്യാണം കഴിച്ച് കാണിക്കുക. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക്. അതിനുശേഷം അർജുനും പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഭയങ്കരമായിട്ട് കാഞ്ചനയ്ക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കാഞ്ചന കരഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനോടും ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കരഞ്ഞുകൊണ്ട് കാഞ്ചന അകത്തേക്ക് കയറിപ്പോയി. ആകെ സങ്കടമായിട്ടോ. അപ്പം മീനു, വേണ്ടായിരുന്നു, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അല്ലേ? കരയുന്നത് കണ്ടില്ലേ, നല്ലോണം കൊണ്ടു. നീ വിഷമിക്കാതെ, എന്താണേലും നല്ലതിന് വേണ്ടിയിട്ടല്ലേ, ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ട് അങ്ങനെ കരുത്. എന്നാലും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ലേ? ഒട്ടനെ ഉണ്ടാവോ. നീ ധൈര്യമായിട്ടിരിക്കും മീനു എന്ന് പറഞ്ഞു. മീനുവിന് പറഞ്ഞതിൽ ഒരു വിഷമമുണ്ട്. അർജുൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് മീനു അങ്ങനെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കാഞ്ചനേനെയാണ്. അപ്പോൾ കാഞ്ചന റൂമിൽ പോയിരുന്ന ആൾ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഒന്ന് കരയുന്നു. ഓർത്തിങ്ങനെ ഓരോന്ന് അവൾ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രഭാവതി അതിലെ പോകുന്നത്. അപ്പം കാഞ്ചന കരയാ. മോളെ, എന്ത് പറ്റും മോളെ? എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. നീ കരയാണോ? എന്തിനാ നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പം കാഞ്ചന എഴുന്നേറ്റു. എന്താ ചോദിച്ച കേട്ടില്ലേ നിന്നോട്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറ്റിയത്? മീനും അർജുനും എന്ന് പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? അവർ പറയുക എൻ്റെ സ്വഭാവം കാരണമാണ് എൻ്റെ വിവാഹം നടക്കാത്തതെന്ന് പറയുക. ഈ ജന്മം എൻ്റെ വിവാഹം നടക്കില്ല അത്രേ. അവരങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ പിന്നെ ആകെ വിഷമായിട്ടോ. കാഞ്ചനയ്ക്കും പ്രഭാവതിക്കും വിഷമായി. അപ്പോൾ കാഞ്ചന ആകെ ശരിക്കും തകർന്നു പോയി എന്ന് പറയാം. ചങ്കിക്കൊള്ളുന്ന പോലത്തെ വർത്തമാനമായിപ്പോയി അത്. അപ്പം ഈ പറഞ്ഞതെല്ലാം കൂടെ വേണ്ട കാഞ്ചന അമ്മയോട് ഇങ്ങനെ പ്രഭാവതിയോട് പറയുകയാണ്. മോളെ, നീ എന്തിനാ സങ്കടപ്പെടുന്നത് അതോർത്ത് എന്ന് ചോദിച്ചു. അവരെ ഞാനിന്ന് നോക്കിക്കോ അമ്മേ. വേണ്ടമ്മേ എന്ന് പറഞ്ഞു. അത് വേണ്ട എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം അമ്മ ഉണ്ടാക്കണ്ട. അതെന്താന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. അത് മാത്രമല്ല, പറഞ്ഞ് അവസാനം പഴയ കാര്യങ്ങളിലേക്ക് എത്തും. ഇനിയും ഞാൻ മറന്നതൊക്കെ വീണ്ടും അത് ഓർത്തെടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ എന്ന് ചോദിച്ചു. മോളെ, നീ വിഷമിക്കാതെടി. നീ എന്തിനാ കരയുന്നത്? അവർ നിന്നെ കളിയാക്കിയതാ. നിൻ്റെ മനസ്സ് അവർ വേദനിപ്പിച്ചു. കരയണം നീ. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ സംസാരിച്ചത്. അമ്മേ, അല്ലാതെ നിന്നെ പെട്ടെന്ന് ഇങ്ങനെ കല്യാണ വിഷയം എടുത്തിടേണ്ട ആവശ്യം എന്താ? കല്യാണം കഴിക്കില്ല എന്ന് നീ തീരുമാനിച്ചതാണ്, വേറെ ആരുമല്ല. നീ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിൻ്റെ കല്യാണം നടക്കാതിരുന്നത്. എന്താ ശരിയല്ലേ? അത് അർജുനും അറിയാവുന്നതല്ലേ? പക്ഷേ എന്നിട്ടും അവൻ മീനുവിനോടൊപ്പം ചേർന്ന് അവൻ അങ്ങനെ പറഞ്ഞു അല്ലേ? അത് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും അപ്പോഴത്തേനും കാഞ്ചനയ്ക്ക് സങ്കടമായി. എടി, നിന്ന് മോങ്ങുമല്ല ചെയ്യേണ്ടത്, കെട്ടിക്കാണിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. അവരെന്താ പറഞ്ഞത്? ഈ ജന്മം നിൻ്റെ കല്യാണം നടക്കില്ലെന്നേ. എങ്കിൽ കേട്ടോ, അതെ, നീ സമ്മതം ഒന്ന് മൂളിയാൽ 1 മാസത്തിനകം ഈ അമ്മ നിൻ്റെ കല്യാണം നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നോക്കുക. വാശിയെങ്കിൽ വാശി തന്നെയാണ് എനിക്ക്. ഒരു വാശിക്കും കുറവില്ല. നീ എന്നെ എന്തിനാടി കരയുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. മോളെ, നീ പറയാ, നമുക്കൊന്ന് ആലോചിച്ചാലോ മോളെ എന്ന് ചോദിച്ചു കാഞ്ചനയോട്.
അപ്പോൾ കാഞ്ചന ഒന്നും മിണ്ടിയില്ല. കാഞ്ചന ഇങ്ങനെ തല കുനിഞ്ഞൊന്ന് നിന്നതേ ഉള്ളൂ. അപ്പോൾ ആളുടെ മനസ്സ് നിറച്ച് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തമാണ് കാഞ്ചന ഇങ്ങനെ ആക്കിയത്. എത്ര കാലം നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കുക? അമ്മയുടെ കാലം കഴിഞ്ഞാൽ എന്താവും നിൻ്റെ സ്ഥിതിയെ? ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ഭാര്യയുടെ മാത്രം പുറകെ നടക്കുന്ന ഇവന്മാരാരും നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അതുകൊണ്ട് അമ്മ പറയുന്ന ഒന്ന് കേൾക്ക്. നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് മോളെ, വിഷമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയണത്. മുമ്പൊക്കെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാത്ത ദിവസങ്ങളില്ലായിരുന്നോ? എന്നാ നീ അത് കേട്ട ഭാവം പോലും അത് നടിച്ചില്ല, ഒഴിഞ്ഞു മാറി നടക്കുക ചെയ്തത്. എന്താ മുമ്പ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നീ മറന്നു കഴിഞ്ഞു? അതൊക്കെ വിട്ടു കഴിഞ്ഞ കാര്യമാണ്. നീ ആരെയും കാത്തിരിക്കുന്നതുമില്ല. പിന്നെ എന്താ നിനക്ക് പറ്റിയത്? എന്തുകൊണ്ടാണ് മോളെ വിവാഹം കഴിച്ചുകൂടാ എന്ന് ചോദിച്ചു. അപ്പോൾ കാഞ്ചനൊന്നും മിണ്ടിയില്ല. നിന്നെ കളിയാക്കിയവർക്ക് മുന്നിൽ വെച്ച് നിൻ്റെ കഴുത്തിൽ ഒരുത്തൻ അവൻ താലി കെട്ടണം. അത് കാണണം ഈ അമ്മയ്ക്ക്. മനസ്സിലാവുന്നുണ്ടോ? നീ ഒന്ന് സമ്മതിക്കും മോളെ. എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെന്നെ കളിയാക്കി വേദനിപ്പിച്ചു. അതുകൊണ്ട് എന്തിനാ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെയൊരു പരിഹാസമാകുന്നത്? അല്ലേ അമ്മേ? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞു കാഞ്ചന. ഈ ജന്മം എൻ്റെ വിവാഹം നടക്കില്ല എന്നല്ലേ അവർ പറഞ്ഞത്? ഈ ജന്മം തന്നെ എൻ്റെ വിവാഹം നടത്തണം, നടത്തിയേ പറ്റുമോ. അതാ അവർക്കുള്ള മറുപടി. മോളെ കാഞ്ചനെ, നീ പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്താ അമ്മയ്ക്ക് എന്നെ വിശ്വാസം വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. അതെ, നല്ലൊരു ചെറുക്കനെ അമ്മയും അച്ഛനും മുത്തശ്ശനും ചേർന്ന് കണ്ടെത്തിക്കോളൂ. നിങ്ങൾ പറയുന്ന ആളെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. മോളെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പ്രഭാവതി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. പക്ഷെ കാഞ്ചനയുടെ ഉള്ളിലൊരു വേദന തന്നെയുണ്ട് കേട്ടോ. പിന്നെ കാണുന്ന നമ്മുടെ മഹേന്ദ്രനും മുത്തശ്ശനും ഗൗതവും അഖിലയും അതുപോലെ തന്നെ മീനുവും അർജുനും എല്ലാവരും ഉണ്ട്. അതെ, പറഞ്ഞത് കൂടിപ്പോയോ എന്നുള്ള വിഷമത്തിലാണ് മീനു. അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ഞാനും അത് പറഞ്ഞു. മുത്തശ്ശൻ പറയാണ് ഇതൊന്നും മേശുവെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇതിന് മുൻപേ തന്നെ തീരുമാനം വന്നേനെ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അത് ശരിയാന്ന് ഗൗതവും. ഇത്രയും കാലം വിവാഹം വേണ്ടാന്ന് വെച്ച ആൾ പെട്ടെന്നൊരാൾ തീരുമാനം മാറ്റണമെങ്കിൽ അതിച്ചിരി മാറ്റാം. ഇത് ഏശിയില്ലെങ്കിൽ ഏശണ്ട എന്ന് പറഞ്ഞു മീനു. ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കുത്തി നോവിക്കാൻ എന്ന് പറഞ്ഞ് മീനു ഒഴിഞ്ഞു കേട്ടോ. മീനുവിന് സങ്കടമാണ്. ഈ സമയത്താണ് പ്രഭാവതി കാഞ്ചനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വന്നിട്ട് അതെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ രണ്ടുപേരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ആരാ? അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരണോ? നിനക്കറിയില്ലേ ഇവിടുത്തെ ആരാണെന്ന്? എനിക്കറിയാം, പക്ഷേ മറ്റു ചിലർക്ക് നിങ്ങൾക്കറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഇവിടെ പലർക്കും അറിയില്ല. അപ്പം മീനുവിനെയും അർജുനെയും കൊള്ളിച്ചാണ് വർത്തമാനം പറയണത്. അപ്പം രണ്ടുപേരും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം മുത്തശ്ശനോടും അച്ഛനോടുമാണ് സംസാരിക്കുന്നത് പ്രഭാവതി. ഇവിടുത്തെ മൂത്ത മകളാണ്. ഇവൾ കഴിഞ്ഞിട്ടേ ഇവിടെ മറ്റാരും ഉള്ളൂ. ആ സ്ഥാനം മനസ്സിലാക്കാതെയാ ഇവിടെ ചിലരൊക്കെ ഇവളോട് പെരുമാറുന്നത്. നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമായിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ മഹേന്ദ്രന് നേരെ തിരിഞ്ഞു പ്രഭാവതിയെ. നിങ്ങളും അത് മറന്നു പോയോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത്? അയ്യോ, ഒന്നും അറിയാത്തൊരു പാപം. ഇവരിവളോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്താ പറഞ്ഞത് കാഞ്ചനെ? അല്ല, കല്യാണം കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്കെന്ന്. എൻ്റെ സ്വഭാവം അറിഞ്ഞ ഒരാളും എന്നെ കെട്ടില്ല എന്നും പറഞ്ഞു. ഈ ജന്മം എൻ്റെ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞു. ആരാ അത് പറഞ്ഞത്? മീനുവാണോ അർജുനാണോ എന്ന് ചോദിച്ചു. മിണ്ടുന്നില്ല. അപ്പം മീനുവും അർജുനും എന്ന് പറഞ്ഞു. അതെ, അത് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞതാ എന്ന് പറഞ്ഞോടനെ മീനു. എന്ത് സത്യം നീ പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങനെ പറയരുതായിരുന്നു നീ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. അപ്പോൾ പ്രഭാവതി കയറി അയ്യോ അങ്ങനെ പറയരുതായിരുന്നു എന്ന്. അതെ, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അങ്ങേര്. ഉപദേശിക്കുന്നതിന് പകരം കാരണത്തോരോന്ന് കൊടുക്കുക ചെയ്യേണ്ടത്, എന്നിട്ട് വേണം പറയാൻ. മനസ്സിലായോ? അപ്പം വേഗം തന്നെ മഹേന്ദ്രൻ പറയാണ്, നിങ്ങൾക്കറിയോ ഇവളെ വിവാഹം കഴിക്കാൻ ആളുകളുടെ ക്യൂ ആയിരുന്നു ഇവിടെ. പക്ഷേ ഇവൾ പറഞ്ഞു ഇവൾക്ക് വിവാഹം വേണ്ടാന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇവൾക്ക് വിവാഹം കഴിക്കാതിരുന്നത്. ഇവളുടെ സ്വഭാവദൂഷ്യം കാരണമൊന്നും അല്ല കല്യാണം നടക്കാതെ പോയത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. അപ്പോൾ അർജുനെയും മീനുവിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഇവക്കൊരു കുറവ് എന്ന് ചോദിച്ചു മുത്തശ്ശൻ. സ്വഭാവിയല്ലേ, പിന്നെ ആവശ്യത്തിന് സൗന്ദര്യവും ഉണ്ട്,
പിന്നെ ഇവക്ക് എന്താ ഇപ്പോൾ ഒരു കുഴപ്പമുള്ളേ? കാശുള്ള കുടുംബത്തിലുള്ള മൂത്ത പെൺകുട്ടി, പിന്നെ എന്താ അവൾക്ക് പ്രശ്നം എന്ന് ചോദിച്ചോ. ഇപ്പോഴും ഇവിടെ ഒന്ന് മൂളി വെച്ചാൽ മതി, കെട്ടാൻ ആൾക്കാരുടെ നീണ്ട നിര തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ മുത്തശ്ശനും മഹേന്ദ്രനും ചാടി അഭിനയിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഗൗതം അഖിലയൊക്കെ. ഇവളുടെ വിവാഹം മുമ്പേ നടക്കേണ്ടതായിരുന്നോ? ഞങ്ങൾ കാരണമാണ് അത് നടക്കാതെ പോയത്. ഇവള് സ്നേഹിച്ചവനെ കെട്ടാനായിട്ട് ഞങ്ങൾ അനുവദിച്ചില്ല. വേറൊരു പെണ്ണാണെങ്കിൽ എന്താ ചെയ്യാം, അവൻ്റെ കൂടെ ഓടിപ്പോവില്ലേ? പക്ഷേ ഞങ്ങളുടെ മോള് അത് ചെയ്തില്ല. അവനെ ഒഴിവാക്കി ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു അവള്. നീയൊക്കെ ആയിരുന്നുവെങ്കിൽ അച്ഛനെ അമ്മയെ മറന്ന് ഓടിപ്പോവില്ലായിരുന്നോ എന്ന് ചോദിച്ചു മീനുവിനോടും അഖിലയോടും. അവരും മിണ്ടുന്നില്ല കേട്ടോ. കൂടുതൽ അറിയണമെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ മതി. പിന്നെ ഈ കാഞ്ചന ഉണ്ടല്ലോ, അവളുടെ സ്വഭാവ മഹിമ കേട്ടാൽ നിങ്ങൾ അവളെ തൊഴുത് നിൽക്കേണ്ട വരും നിങ്ങൾ അവളെ, മനസ്സിലായോ? അപ്പോൾ പ്രഭാവതി വാനോളം പുകഴ്ത്തുകയാണ് കാഞ്ചനേനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിട് പ്രഭാവതി, പഴയ കാര്യങ്ങൾ എന്തിനാ ഇനി കുത്തിപ്പൊക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് കഴിഞ്ഞത് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ പറയിപ്പിച്ചതാ ഇവരെല്ലാവരും എന്നെ കൊണ്ട് ഓരോന്ന്. നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഈ ജന്മം നടക്കില്ലെന്നോ? നടത്തി കാണിച്ചു തരണോ നിങ്ങൾക്ക്? വേണം എന്ന് പറഞ്ഞ അർജുൻ നടത്തി കാണിച്ചതാ. അപ്പോൾ മഹേന്ദ്രൻ നടത്തി കാണിച്ചു തരാം. എൻ്റെ മോള് സമ്മതം മൂളിയാൽ 1 മാസത്തിനകം അവളുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞു മഹേന്ദ്രൻ. അപ്പോൾ വേഗം പ്രഭാവതി, മഹേന്ദ്രേട്ടാ അവള് സമ്മതം മൂളി മഹേന്ദ്രേട്ടാ. അപ്പോഴേക്കും അർജുനും എല്ലാവരും ഇങ്ങനെ ഷോക്കായിപ്പോയി, എല്ലാവരും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാതെ. എന്താ പ്രഭാവതി നീ പറഞ്ഞത്? കാഞ്ചന കല്യാണത്തിന് സമ്മതിച്ചു എന്നാ? അതെ, അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന അവിടെ നിന്നിട്ട് ഇവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എനിക്ക് സമ്മതാച്ച എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കെട്ടാൻ ആൾ വരുമെന്ന് ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കണമല്ലോ, ഇവരെ ബോധിപ്പിക്കണമല്ലോ എനിക്ക്. അപ്പോൾ വാശിക്ക് തീരുമാനിച്ചതല്ലേ? അങ്ങനെയും പറയാം, അല്ലെന്നും പറയാം. അതെ, എത്ര നാളാ ഇവളിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കാം? അവൾക്കും വേണ്ടി ഒരു കൂട്ടൊക്കെ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവളങ്ങ് സമ്മതിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ചിരിച്ചപടി. ആഗ്രഹിച്ചത് സാധിച്ചു. അപ്പോൾ ഇവരുടെ ചിരി കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണെങ്കിലും എന്നെ വേദനിപ്പിക്കുകയല്ലേ ചെയ്തത്, പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നല്ലാണ്ട് ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ മുമ്പിലുണ്ടാവും എന്ന് പറഞ്ഞു മീനു. ഇപ്പം അങ്ങ് തോറ്റു. ഇപ്പം അതേണ്ട നോക്ക്. അല്ല, പറഞ്ഞതിലുള്ള കുറ്റബോധ രണ്ടാൾക്കും, അല്ലാതെന്താ. അപ്പോൾ പിന്നെ മിണ്ടുന്നില്ല ആരും. അച്ഛ, മുത്തശ്ശ, അമ്മേ, മുമ്പ് ഞാൻ കണ്ടെത്തിയ ആളെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഇനി നിങ്ങൾ തന്നെ എനിക്കൊരാളെ കണ്ടെത്തിക്കോളൂ. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആരാണെങ്കിലും ഞാൻ അയാളെ വിവാഹം കഴിച്ചിരിക്കും എന്ന് പറഞ്ഞു കാഞ്ചന. എന്നിട്ട് കാഞ്ചന അകത്തേക്ക് കയറിപ്പോയി. മഹേന്ദ്രേട്ടാ, പെട്ടെന്ന് തന്നെ അവക്കുള്ള ചെക്കനെ കണ്ടെത്താൻ നോക്ക്. കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തിലായി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെയാണ് നമ്മുടെ മുത്തശ്ശൻ ഇരിക്കുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കാം? അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ജീവനെയാണ്. അപ്പോൾ ജീവൻ്റെ അടുത്തേക്ക് വരികയാണ് അമൽ. താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ജീവനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇത്തിരി നേരം സംസാരിക്കാം. നിനക്ക് കാഞ്ചനയുടെ കാര്യം അറിയണം, അതിനല്ലേ നീ എന്നെ പിടിച്ചോണ്ട് വന്നത്? അതെ, അവളുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ. എങ്ങനെ ജയിലിലെത്തി അതെനിക്ക് കേൾക്കണം. പറയാം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് നീ എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു കിടപ്പ് രോഗിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനും ഏത് സമയവും എന്നെ വിട്ട് പോകാവുന്ന അവസ്ഥയിലായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛന് മരുന്നൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു ജീവൻ. ഭയങ്കര നാട്ടും പുറത്ത് നല്ലൊരു ചെറുപ്പക്കാരൻ എന്ന് പറയാം. മോനെ, നീ എൻ്റെ അടുത്ത് പോവരുത്, എനിക്ക് പേടിയാവുന്നു. ഇല്ല അച്ഛാ, ഞാൻ എങ്ങും പോവില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛനെന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കാഞ്ചന വന്നാൽ ഒരു ആശ്വാസമാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. എന്നിട്ട് എന്താടാ സംഭവിച്ചത് എന്ന് ചോദിച്ചു. കാഞ്ചനയെ കെട്ടിച്ച് തരില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ലേ കാഞ്ചന അച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെ? അതെ, അതുതന്നെയാണ് പ്രശ്നം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. അവൾ ഒരുപാട് എന്നെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന വിഷമത്തിൽ കാഞ്ചന എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കാഞ്ചനയുടെ വിളി വന്നു.
പെട്ടെന്ന് തന്നെ കാഞ്ചന കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത്. ജീവേട്ടാ, എത്ര ദിവസമായി കാഞ്ചന വിളിച്ചിട്ട്? നീ എന്താ ഇങ്ങനെ കരയണത്? ഫോണൊക്കെ തന്നോ? ഫോൺ തിരികെ തന്നോ? എപ്പോഴാണ് നമ്മളൊന്ന് കാണുക എന്ന് ചോദിച്ചു. എത്ര ദിവസമായി? കരയല്ലേ കാഞ്ചന? നീ എന്തിനാ കരയുന്നത്? എത്ര കാലം പൂട്ടിയിട്ടാലും നമ്മൾ കാണരുതെന്ന് പറഞ്ഞാലും ഉടനെ നമ്മൾ രണ്ടുപേരും കണ്ടിരിക്കും. ആർക്കും നമ്മളെ അകറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്കൊന്നിക്കാൻ കഴിയും. പക്ഷേ അത് ജീവിതത്തിലല്ല ജീവേട്ടാ, പിന്നെ മരണത്തിൽ മാത്രമേ ഒന്നിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. കാഞ്ചന, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അതെ ജീവേട്ടാ, ഞാൻ പറയുന്നത് സത്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ കാണില്ല, സംസാരിക്കില്ല. ഇനി ഒരു ബന്ധവും ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിച്ചു മുത്തശ്ശനും അച്ഛനും എല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അമലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവൻ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.